ഇന്ന് അമ്മ വീടെന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയാണ്. ഈ നടുത്തളത്തിൽ നടുക്കൊരു ചെറിയ ചെമ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലമാണ്. വളരെ വ്യത്യസ്തമായി നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിറകടുപ്പാണ്. ഇനി ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇരുമ്പ് പൈപ്പിൽ വെൽഡ് ചെയ്ത ഇരുമ്പടുപ്പാണ്. പ്രതിസന്ധികളാണ് നമ്മളെ പുതിയ പുതിയ മേഖലകളിലേക്കും പുതിയ പുതിയ തലങ്ങളിലേക്കും എത്തിക്കുന്നത്. ഭക്ഷണം ഞാൻ എപ്പോഴും പറയും, അത് കഴിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനം മാത്രമല്ല. ഭക്ഷണം മലയാളിയുടെ ഒരു സംസ്കാരമാണ്. 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ 14 ജില്ലകൾക്കും 14 രുചിയുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. സൗഹൃദങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, ഉപാധികളില്ലാത്ത സൗഹൃദം. ഒരു ഉപാധിയുടെ പുറത്ത് ഒരു സൗഹൃദവും അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം. ഇന്ന് അമ്മ വീടെന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയാണ്. വലിയ പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പണി അങ്ങോട്ട് തീർന്നിട്ടില്ല, എങ്കിലും നിങ്ങളോട് 2 വർത്തമാനം പറയാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഇതിൻ്റെ നടുത്തളമാണ്. ഈ നടുത്തളത്തിൽ നടുക്കൊരു ചെറിയ ചെമ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ഥലമാണ്. ഡോക്ടർ രമണി കൃഷ്ണൻ അവരുടെയാണ്, കൃഷ്ണൻ സാറിൻ്റെയും രമണി മാഡത്തിൻ്റെ വീടാണത്. അവർ കൊല്ലത്താണ് താമസിക്കുന്നത്. രമണി മാഡത്തിൻ്റെ കുടുംബ വീട് കൂടിയാണിത്. അപ്പോൾ നമ്മുടെ അമ്മ വീടെന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൃത്യമായി കിട്ടിയ ഒരു സാധനമാണ്. ഇതിപ്പം 2ാമത്തെ ഇടമാണേ. പിന്നെ പണികളൊന്നും തീർന്നിട്ടില്ല, ഇനി കുറച്ചുകൂടെ പണികളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ നിന്നാണ് ഫുഡ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലം. പിന്നെ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഇനി നമ്മുടെ അടുക്കളയാണേ. അടുക്കളയും എല്ലാം പണിയും തീർന്നിട്ടില്ല, എന്നാലും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കിച്ചൺ. പിന്നെ ഇത് നമ്മുടെ പുതിയ ഷെഫ് റീഗൻ. പിന്നെ ഗോപിച്ചേട്ടനെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഗോപിച്ചേട്ടാ, പുതിയ കിച്ചൻ്റെ ഡീറ്റെയിൽ സാധനം നമുക്ക് പിന്നീട് കാണാം. ബാപ്പോ കൈസേ? അച്ഛാ ടീക്ക്. പിന്നെ ഇനി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിറകടുപ്പാണ്. വിറകടുപ്പിൻ്റെ ഒരു മഹത്വവും കാരണങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡേ വിത്ത് വിറകടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡിൽ കാണാം. കാര്യം 6 മണിക്ക് ഈ പണി തുടങ്ങുന്നതാണ്. അപ്പോൾ 6 മണിക്ക് ഈ വിറകടുപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഇവിടെ ആലുവ അടുപ്പ് പിന്നെ പുകയടുപ്പാണ് ആ സാധനം വച്ചേക്കുന്നത്. ഇനി ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇരുമ്പ് പൈപ്പിൽ വെൽഡ് ചെയ്ത ഇരുമ്പടുപ്പാണ്. ഇതിൽ ചൂടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരവും, ഒരുപാട് ഇഷ്ടവും ഒരുപാട് സ്നേഹവും. 2018 ഡിസംബർ 26-ാം തീയതിയാണ് അമ്മ വീടെന്ന് പറയുന്ന ഒരു ഭക്ഷണശാല തുടങ്ങുന്നത്. ഞാനും ഡോക്ടർ സജിത്തും എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടുകാർ. അപ്പോൾ തന്നെ അത് വലിയ പ്രതിസന്ധിയായിരുന്നു. തുടങ്ങിയതല്ല, ഫസ്റ്റ് കോവിഡ് വന്നു, പിന്നെ അടച്ചിടേണ്ടി വന്നു, പിന്നെ വീണ്ടും തുറന്നു, വീണ്ടും അടുത്ത് കൊറോണ വന്നു. അപ്പോഴും നമ്മുടെ ഈ ഭക്ഷണത്തിനോടുള്ള ആ ഒരു കമ്പാഷൻ, ഒരു പാഷൻ, അത് പിന്നീട് ഒരുപാട് നഷ്ടമുണ്ടായിരുന്നിട്ട് പോലും നമുക്ക് മാനസികമായി വിട്ടൊഴിഞ്ഞ് പോകാൻ എനിക്ക് മാനസികമായി താല്പര്യമില്ലായിരുന്നു. ചില സമയങ്ങളിൽ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ആവുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് എനിക്കുള്ള ഉത്തരം, പ്രതിസന്ധികളാണ് നമ്മളെ പുതിയ പുതിയ മേഖലകളിലേക്കും പുതിയ പുതിയ തലങ്ങളിലേക്കും എത്തിക്കുന്നത്. ഇത് തന്നെ തുടങ്ങാൻ നേരത്ത് ഒരുപാട് പ്രതിസന്ധികളായിരുന്നു. പ്രതികൂലമായ ഒരുപാട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് ഈ ഒരു പരുവത്തിലേക്ക് ഇപ്പോൾ ഈ അമ്മ വീട് തൈക്കാട് PWD റെസ്റ്റ് ഹൗസിന് തൊട്ടടുത്ത് ഇപ്പോൾ
നമ്മൾ ഈ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തത്. എല്ലാം നമ്മുടെ സൗഹൃദങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എല്ലാവരും നമ്മളെങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആരംഭിച്ചപ്പോൾ തന്നെ വീണ്ടും വലിയ സഹകരണമാണ് എല്ലാ സൗഹൃദങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തെ സ്നേഹിക്കുന്ന, ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന, ഭക്ഷണത്തിനെ ആത്മാർത്ഥമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം നേർന്നുകൊണ്ട്, ഭക്ഷണം ഞാൻ എപ്പോഴും പറയും, അത് കഴിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനം മാത്രമല്ല. ഭക്ഷണം മലയാളിയുടെ ഒരു സംസ്കാരമാണ്. 6 മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ 14 ജില്ലകൾക്കും 14 രുചിയുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഏത് സംസ്ഥാനം എടുത്താലും ഒരു സ്റ്റേറ്റിന് കോമൺ ആയിട്ടുള്ള ഒരു രുചിയുള്ളൂ. അവിടെ നിന്നൊക്കെയാണ് വ്യത്യസ്തമായി കേരളം മാറുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ തിരുവനന്തപുരത്ത് മീൻകറിയല്ല കൊല്ലത്തെയല്ല കോട്ടയത്തെയല്ല ആലപ്പുഴയല്ല പത്തനംതിട്ടയിലല്ല ഇടുക്കിയിലല്ല എറണാകുളത്തല്ല വയനാടിലല്ല കണ്ണൂരല്ല കാസർഗോഡല്ല കോഴിക്കോട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കും വ്യത്യസ്തമായ രുചികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ വെച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലുമൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയ്ക്ക് എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന, നാവിന് നല്ല രുചിക്കൂട്ട് നമുക്ക് പകർന്നു തരുന്ന ചില നല്ല രുചിയുടെ പഴമകളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന, നമ്മൾ മറന്നുപോയ ചില രുചികളെ വീണ്ടെടുക്കുവാനുള്ള നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടത്തെയാണ് അമ്മ വീട്ടിലെ രുചിക്കൂട്ട് എല്ലാം കൂടെ ഞാനിങ്ങനെ കാച്ചിക്കുറുക്കി ഒരു പരുവത്തിലേക്ക് കൊണ്ടുവരുന്നത്. വീഴ്ചകളും തെറ്റുകളും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ സുമനസ്സുകളായ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്ത് ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റുകളെ പരമാവധി തിരുത്തുന്നതിന് വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം അതിന് ഞാൻ ഈ അവസരത്തിൽ മാപ്പ് പറയുകയും ഒപ്പം എൻ്റെ കൂടെ നിൽക്കുവാനും എന്നെ തിരുത്തുവാനും എന്നെ സഹായിക്കുവാനും നിന്ന എല്ലാ സൗഹൃദങ്ങൾക്കും, ഈ രണ്ടാമത്തെ വെഞ്ചർ തുടങ്ങാൻ നേരത്ത് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഉപാധികളില്ലാത്ത സഹായം എൻ്റെ മുമ്പിലേക്ക് വെച്ച ഒരുപാട് സുഹൃത്തുക്കൾ. ഞാനെപ്പോഴും പറയാറുണ്ട്, സൗഹൃദങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, ഉപാധികളില്ലാത്ത സൗഹൃദം. ഒരു ഉപാധിയുടെ പുറത്ത് ഒരു സൗഹൃദവും അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. ഉപാധികളില്ലാത്ത സൗഹൃദം. ആ ഉപാധികളില്ലാത്ത സൗഹൃദമാണ് ഒരു പരിധിവരെ എന്നെ ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് ഉപാധികളില്ലാത്ത എന്നോട് സൗഹൃദം കൂടിയ എല്ലാ കൂട്ടുകാർക്കും, അതുപോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ എന്നെ എന്നോടും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ വീട്ടിലെ പുതിയ വിശേഷങ്ങളും പുതിയ ഞങ്ങളുടെ വിഭവങ്ങളുമായി നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണാം. അതുവരെ ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടം. Thank you.